ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നു. വ്യത്യസ്തമായ പലതരം ജോലികൾ അന്വേഷിക്കുന്നവരും കണ്ടെത്തുന്നവരുമാണ് ഇന്നത്തെ കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ. ചെറിയ കൂലിപ്പണി മുതൽ വലിയ വലിയ കമ്പനികൾ വരെ ആളുകൾ സദാ കർമ്മനിരതരാണിപ്പോൾ. ഇനി ഒരു പക്ഷേ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ വ്യക്തിയുടെ അഭിരുചിക്കിണങ്ങുന്ന ഏത് തൊഴിൽ വേണമെങ്കിലും അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ഓരോ വ്യക്തികളുടെയും അവരുടെ ജോബ് സ്റ്റാറ്റസ് അനുസരിച്ച് അപ്പർ ക്ലാസ് എന്നും മിഡിൽ ക്ലാസ് എന്നും ലോവർ ക്ലാസ് എന്നൊക്കെ നമ്മൾ തരം തിരിക്കാറുണ്ടല്ലേ. ഇനി ഞാനൊരു അൺബിലീവബിൾ ആയിട്ടുള്ള സത്യം തുറന്നു പറയാൻ പോവുകയാണ്. ഇത് ഞാൻ എൻ്റെ ചിന്തകൾക്കനുസരിച്ച് ഉണ്ടാക്കിയൊരു കാര്യമല്ല കേട്ടോ. ലോക പ്രശസ്ത എഴുത്തുകാരൻ യുവൽ നോഹ ഹരാരിയുടെ 21 Lessons for the 21st Century എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ലോകത്തിന് മുന്നിൽ തുറന്നവതരിപ്പിച്ച വളരെ വ്യക്തവും എന്നാൽ നമുക്കൊന്നും ഈ ഒരു ചിന്താഗതിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുമായ ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, ഈ ലോകത്ത് 90% എംപ്ലോയീസിൻ്റെ ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാനൊരു ഇടം കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥ. ഒന്ന് ഓപ്പണായിട്ട് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ടായിരുന്നു, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ലാൻഡ് ഫോൺ നിലവിൽ വരുന്ന സമയത്ത് ടൗണിലോ ഏതെങ്കിലും വലിയ തറവാട് വീടുകളിലോ ഒരു ഫോൺ ഉണ്ടാകും. ആരെങ്കിലും വിളിക്കണമെങ്കിൽ മണിക്കൂറുകളോളം ഊഴം കാത്തിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നെന്ന്. പക്ഷെ കാലം കുറച്ച് പിന്നിട്ടതേ ഉള്ളൂ. ഒരു മൊബൈൽ ഫോൺ എങ്കിലും ഇല്ലാത്ത ആളുകളുണ്ടോ ഇന്ന്? ആരെങ്കിലും വിളിക്കണമെങ്കിൽ എന്തിനേറെ പറയുന്നു, എന്തിനും ഏതിനും ഇപ്പോൾ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. ഒരു പക്ഷെ ഒരു 10-60 വർഷം മുമ്പ് നമ്മുടെ മുത്തച്ഛന്മാർക്കൊന്നും ഇങ്ങനെ ഒരു കാലം വരുമെന്നുള്ളത് ഉൾക്കൊള്ളാൻ പോലും പ്രയാസമായിരുന്നിരിക്കണം. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ജീവിതം ഇനിയും മാറി മറിയാൻ പോവുകയാണ്. 21ാം നൂറ്റാണ്ടിൽ ഡ്രൈവർമാരില്ലാതെ റോഡുകളിലൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ടെക്നോളജി അടിക്കടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തെ മരണസംഖ്യയുടെ നല്ലൊരു ശതമാനം ആളുകളും ആക്സിഡന്റ് മുഖേന ഉണ്ടാവുന്നതാണ്. അതിനെ ഓവർകം ചെയ്യാനായി റോബോട്ട് കാറുകൾ ഇന്ന് വിപണിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അപകടങ്ങൾ കുറച്ചുകൊണ്ട് സേഫായി യാത്ര ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. വളരെ നല്ലൊരു ടെക്നോളജി. ബട്ട് ലോകത്ത് മില്യൺ കണക്കിന് ആളുകളാണ് വെഹിക്കിൾ ഡ്രൈവർമാരായി ഇന്ന് ജോലി ചെയ്യുന്നത്. റോബോട്ട് വെഹിക്കിൾസ് നിരത്തിലിറങ്ങുന്നതോടുകൂടി ഈ ഡ്രൈവേഴ്സിനെല്ലാം തന്നെ ജോലി നഷ്ടമാവുന്നു. എല്ലാ മേഖലയും ഇതുപോലെ ടെക്നോളജിയുടെ പിടിയിൽ അമരുകയാണ്. ചായക്കടയിലെ സപ്ലയർ തൊട്ട് വലിയ ജോബ് വരെ ഇന്ന് റോബോട്ടുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ നടൻ മണിയമ്പിള്ള രാജചേട്ടൻ്റെ ഒരു ഹോട്ടലിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് 2-3 റോബോട്ടുകളാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും ടെക്നോളജി വ്യാപിക്കുന്നതോടുകൂടി ആളുകൾ ജോലിയില്ലാതെ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടാത്ത ആളുകളായി മാറാൻ പോവുകയാണ് എന്നാണ് ഹരാരി പറയുന്നത്. ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടല്ലേ. ജോലി ഇല്ലാതാവുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം പോലെ സമയം ലഭിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും അതോടൊപ്പം ട്രാവൽ ചെയ്യാനും ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ഇഷ്ടം പോലെ സാധിക്കുന്നു. ബട്ട് ദ ബിഗ് ക്വസ്റ്റ്യൻ ഈസ്, ഇതിനൊക്കെ എവിടുന്ന് പണം ലഭിക്കും? അവിടെയാണ് നമ്മളും ഗവൺമെന്റും അപ്ഡേറ്റഡ് ആവേണ്ടത്. ജോലി ചെയ്യാൻ ഇടങ്ങളില്ലാത്തത് കൊണ്ട് ജോലി ചെയ്യുന്നില്ല. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല. എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി സുതാര്യമാവും. അതുകൊണ്ട് ജോലി ഇല്ലാത്ത ആളുകളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഒരു സ്ട്രാറ്റജി കൊണ്ടുവരേണ്ടതുണ്ടാവും. ലൈക്ക് പ്രതിമാസം ഒരു നിശ്ചിത തുക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, ലൈഫ് അടിപൊളിയായിരിക്കും. ഇഷ്ടമില്ലാത്ത നിർബന്ധിച്ച് ചെയ്യേണ്ടി വരുന്ന ജോലികൾ ചെയ്യണ്ട. ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാം. ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ. ഏതായാലും ഹരാരിയുടെ ഈ തിങ്കിങ് യാഥാർത്ഥ്യമാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അറിയാതെ പടിപടിയായി ഒരു സ്റ്റേജിലേക്ക് എത്താൻ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതെ, നമുക്ക് കാത്തിരിക്കാം. ശുഭകരമായത് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇനിയും നല്ല വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. Till then, stay home, stay safe, stay entertained with Smart Sis. Ta-ta!